കിട്ടില്ല സിനിമയായിട്ട് എനിക്ക് തോന്നി. തലപൊക്കിയാണ് ഇറങ്ങിയത്. ഉറപ്പായിട്ടും മലയാളികൾ തല പൊക്കി ഇറങ്ങും. ഒരുപാട് ഗൂസ് ബംസ് മൂവ്മെന്റ് ഉണ്ട്. ഇങ്ങനെ കൈയടിക്കാൻ പറ്റിയ ഡയലോഗ്സ് ഉണ്ട്. ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് ഒരു അഭിമാനമാണ്. ആദ്യം പഴയ എന്റർടൈനർ നിവിന്റെ ഒരു ഫൺ പ്രൊമോ ഇറക്കി. പിന്നെ റിലീസിന് തൊട്ട് മുന്നേ ഒരു സീരിയസ് ടീസർ ഇറക്കി. അതിന്റെ കൂടെ മലയാളികൾക്ക് തല കുനിച്ചിറങ്ങേണ്ടി വരില്ല എന്ന് ഡയറക്ടറും കൂടി പറഞ്ഞു. സംഭവം എന്തോ ഇருக்கு. അപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. നേരെ മലയാളി ഫ്രം ഇന്ത്യ റിവ്യൂലേക്ക്. നല്ല സിനിമ. ഇതാണ് ശരിക്കുള്ള ഇന്ത്യ, നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സ്റ്റോറി ഇതാണ്. നിവിൻ പോളി സൂപ്പർ. മൊത്തത്തിൽ ഭയങ്കര എൻഗേജിങ് ആണ്. കോമഡി പടം കാണാൻ പറഞ്ഞു വരരുത്. കോമഡി ഉണ്ട്, നല്ലോണം കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്, എല്ലാ തരത്തിലും. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു മലയാളികൾ തല പൊക്കി വരും. ഉറപ്പായിട്ടും മലയാളികൾ തല പൊക്കി ഇറങ്ങും. ഉറപ്പായിട്ടും. എന്താണ് വർക്കായി നമുക്ക് ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. ജസ്റ്റ് നമ്മൾ ഒന്നും അറിയാതെ കയറി കാണുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അത്രയും രസമായിട്ടാണത് പോകുന്നത്. ഒരുപാട് ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്. മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആവും ഭയങ്കരമായിട്ട്. നമ്മള് ഒരു നിവിൻ പോളി ഫാനും കൂടി ആണെങ്കിൽ നമുക്കൊരു ഭയങ്കര തിരിച്ചുവരവ് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര നന്നായിട്ട് നിവിൻ പോളിയെ യൂസ് ചെയ്തിട്ടുണ്ട് ആസ് എൻ ആക്ടർ. പിന്നെ അല്ലാതെ സിനിമ മൊത്തത്തിലും സൂപ്പർ. അതിന്റെ റൈറ്റർ ഇങ്ങനെ ഒരു സ്റ്റോറി പറയാൻ സൂപ്പർ ഹിറ്റ് ആണ്. യെസ്. പാട്ടം അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയിലാവട്ടെ. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് രാഷ്ട്രീയവും കാര്യങ്ങളും കലക്കി അടിപൊളി നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട് രാഷ്ട്രീയത്തേക്ക്. പിന്നെ ഫുൾ ഇമോഷനിലാണ്. കരയാം. നിവിൻ പോളി നൈസ് ആയിട്ടുണ്ട്. ഒരു കംബാക്ക് എന്ന് വേണം നമുക്ക് പറയാം. നൈസ് ഒരു കംബാക്ക് ആയിട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറയാം. ഒരുപാട് ഇഷ്ടമായി. വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി ഇതിനകത്ത് ഒന്നുകൂടെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫീൽ ഗുഡ്, സൂപ്പർ. എങ്ങനെയാണ് കണ്ടിറങ്ങുമ്പോ നമുക്ക് ഫീൽ ഗുഡ് ഇമോഷൻ ആണോ അതോ ജനഗണമനയൊക്കെ കണ്ട പോലത്തെ ഒരു ഫീൽ ആണോ? അതെ, അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റാണ് പടം. ഗൂസ് ബംസ് മൂവ്മെന്റ് ഉണ്ട്. ഇങ്ങനെ കൈയടിക്കാൻ പറ്റിയ ഡയലോഗ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്സിനെയും നമ്മളെ രാജ്യത്തിനെയൊക്കെ കുറിച്ച്. എങ്ങനെയുണ്ടായി പടം? അതായത് നമ്മളെ കൺട്രി ആണെങ്കിലും മതത്തിനൊന്നും ബോർഡേഴ്സ് ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് കാണുന്ന മലയാളികളുടെ കഥയാണ്. അപ്പൊ കണ്ടിറങ്ങുമ്പോൾ ഒരു ഇമോഷൻ വർക്കായി. തീർച്ചയായും ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് ഒരു അഭിമാനമാണ്. നിവിന്റെയും കൂടെ കോമ്പോ ഉഗ്രൻ. പക്ഷേ ഡിജോയുടെ പടം വരുമ്പം എല്ലാത്തിനകത്തൊരു സ്റ്റോറിക്കകത്തൊരു ഡെപ്ത് ഉണ്ട്. നമുക്ക് മനസ്സിലാവും. ചുമ്മാ എടുത്ത് നോക്കുമല്ലോ. ഇതിനകത്ത് തന്നെ കഥയുണ്ട്, നമുക്ക് മനസ്സിലാവുന്നതാണ്. നല്ല സീരിയസ് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഫസ്റ്റ് ഹാഫ് കോമഡി ഭയങ്കര എൻഗേജ്ഡ് ആയി. സെക്കൻഡ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇമോഷണൽ ടച്ച് ആവുന്നുണ്ട്. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഇത് ചെയ്തിട്ടില്ല. അവരെ രണ്ടുപേരെ ഊക്കുന്നതാണൊക്കെയാണ്. മറ്റേ ഡിജോ പറഞ്ഞില്ലായിരുന്നു മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തലപൊക്കിയാണ് ഇറങ്ങിയത്. ഉറപ്പായിട്ടും. വർഷങ്ങൾക്ക് ശേഷം കംബാക്ക് എന്ന് പറഞ്ഞില്ലേ, കംബാക്ക് തന്നെ. അതുപോലൊരു ക്യാരക്ടർ തന്നെയാണ് ഇത്. നല്ലതാണോ നമുക്ക് നമ്മളെ എല്ലാ മലയാളിയും കൂടി ഒരുമിച്ച് നമുക്ക് ആ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നല്ലോ. എങ്ങനെയുണ്ടായി പടം മൊത്തത്തിൽ? കിട്ടില്ല സിനിമയായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ ഈ ബോളിവുഡിൽ രാജു ഹിറാനിയുടെ ഒക്കെ സിനിമകൾ കാണത്തില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി, സോഷ്യലി റെലവൻ്റ് ആയിട്ടൊരു തീം, ഫീൽ ഗുഡ് എല്ലാം കൂടെ മിശ്രിതമായിട്ടുള്ള അതേകണക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഭയങ്കര ഫീൽ ഗുഡ്, നമ്മൾ ഇമോഷണലി കണക്ട് ആക്കുന്ന രീതിയിലൊരു പടമാണ്. അപ്പോൾ ഡിജോയുടെ സ്ഥിരം ടെംപ്ലേറ്റ് ഒരു പൊളിറ്റിക്സ് ഉണ്ട് പടം. അല്ല, ഫസ്റ്റ് ഹാഫിൽ ടെംപ്ലേറ്റ് പൊളിറ്റിക്സ് ആണ്. സെക്കൻഡ് ഹാഫ് നമ്മളിപ്പം ഒരു സൽമാൻ ഖാൻ്റെ ബജരംഗി ഭായിജാനെ കണ്ടില്ലേ, അതേ കണക്ക് നമ്മുടെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു റിലേഷൻഷിപ്പും എല്ലാം കൊണ്ട് ഫീൽ ഗുഡ് വെച്ച് നല്ല കിഡിലാക്കി എടുത്തിട്ടുണ്ട്. ഇമോഷൻ കണക്ട് ആവും. ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവും. സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണലി കണക്ട് ആവും. പിന്നെ നിവിൻ പോളിയുടെ വൺ മാൻ ഷോ ആണ്. നിവിൻ പോളിയുടെ ഒരു അഭിനയത്തിൽ പുള്ളി കിഡിലാണ്. കോമഡി ആയാലും നമ്മളെ ഫീൽ ഗുഡ് ആയാലും യുവതാരങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ കുറേ പടങ്ങൾ പരാജയപ്പെട്ട് പുള്ളിക്ക് ഒരു തിരിച്ചുവരവായിരിക്കും ഈ പടം. കോമഡി ആണോ അതോ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണോ? എങ്ങനെയാ പ്രതീക്ഷ സംഭവമാണ് കിട്ടിയത്? നല്ല ഒരു നല്ല ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സീരിയസ് ടോപ്പിക് ആണോ പടം? പടം സീരിയസ് ആണ്, പക്ഷേ അതൊരു പറയുന്ന രീതി കുറച്ച് കോമഡിയൊക്കെ ചേർത്തുണ്ട്. ജനങ്ങളെ സന്ദേശം എത്തിക്കുന്ന പടം. അപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. മറ്റേ പടം കണ്ട് നിങ്ങൾ നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും ആ ഐറ്റം അല്ല, നിങ്ങൾ തലമുക്കി വരും എന്ന് പറഞ്ഞ പോലെ എല്ലാ മലയാളികളും ഒരുപോലെ കിടിലൻ റെസ്പോൺസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ അടുത്തൊരു കാണാം. ബൈ. മലയാളി ഫ്രം ഇന്ത്യ.